ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കൂറ്റൻ തോൽവിക്ക് പിന്നാലെ ഇടതുമുന്നണിയിൽ അസ്വാരസ്യങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി CPI യോഗങ്ങളിലടക്കം ഉന്നയിച്ചു കഴിഞ്ഞു. ന്യൂനപക്ഷ പ്രീണനവും നേതാക്കളുടെ ധാർഷ്ട്യവും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്ത് CPM സംസ്ഥാന സമിതി യോഗവും സെക്രട്ടേറിയറ്റ് യോഗവും തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമയത്താണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ കാഫിർ പ്രയോഗം ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോഴിതാ വിവാദമായ കാഫിർ പ്രയോഗത്തിന് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് മുൻ MLAയും CPM സംസ്ഥാന സമിതി നേതാവുമായ KK ലതിക പിൻവലിച്ചിരിക്കുകയാണ്. പിന്നാലെ ലതിക ഫേസ്ബുക്ക് പ്രൊഫൈലും ലോക്ക് ചെയ്തിട്ടുണ്ട്. വിവാദം കെട്ടടങ്ങേണ്ട സാഹചര്യം ചൂണ്ടിക്കാട്ടി CPM സംസ്ഥാന സമിതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ലതിക പോസ്റ്റ് മുക്കിയതെന്നാണ് വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് KK ലതികയെ ചോദ്യം ചെയ്തതിനു പിന്നാലെയാണ് പോസ്റ്റ് മുക്കിയത്. പോസ്റ്റ് വ്യാജമാണെന്നറിഞ്ഞിട്ടും ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തില്ലെന്നും ലതികയെ അറസ്റ്റ് ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് യൂത്ത് ലീഗ് നേതാവ് PK മുഹമ്മദ് ഖാസിമിന്റെ പേരിലുള്ള സ്ക്രീൻഷോട്ടാണ് പുറത്തു വന്നത്. എന്നാൽ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിനു പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് വടകര പോലീസ് ശനിയാഴ്ച ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഖാസിമിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും അതേസമയം ഖാസിമിന്റെ പങ്ക് തള്ളിക്കളയാനാവുമില്ല എന്നും വടകര റൂറൽ SP കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഖാസിമിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ഇത്തരമൊരു പോസ്റ്റ് ആ ഫോണിൽ നിർമ്മിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തതായി കണ്ടെത്താനായിട്ടില്ല എന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സ്ക്രീൻഷോട്ട് ആദ്യമായി ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. ഇപ്പോഴും ഈ പോസ്റ്റ് നിലനിൽക്കുന്ന പോരാളി ഷാജി എന്ന അക്കൗണ്ട് സംബന്ധിച്ചും വിവരങ്ങൾ ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പറഞ്ഞിരുന്നു. കേസുമായി ബന്ധപ്പെട്ട കുറ്റ്യാടി മുൻ MLA KK ലതിക അടക്കം 12 പേരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഫേസ്ബുക്കിൽ നിന്ന് വ്യാജ പോസ്റ്റ് നീക്കം ചെയ്യാനായി ഫേസ്ബുക്ക് അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിന്റെ പേരിൽ സമൂഹമാധ്യമത്തിന്റെ നോഡൽ ഓഫീസറെ കേസിൽ പ്രതി ചേർത്തതായും ഫേസ്ബുക്ക് അധികാരികളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ സംഭവത്തിൽ തുടരന്വേഷണം ഉണ്ടാകില്ലെന്നും ഉറപ്പായിരിക്കുകയാണ്.